പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്ക് നൽകാനുള്ള ദൈവിക സന്ദേശം എന്ന് പറയുന്നത്, പ്രത്യാശയില്ലാത്ത സമൂഹത്തിന് ദൈവത്തിന്റെ പ്രത്യാശ എന്നുള്ളതാണ്. ഗോഡ്സ് ഹോപ്പ് ഫോർ എ ഹോപ്പ്ലെസ് നേഷൻ. യെരമ്യാ 29:11 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്കുള്ള പ്രത്യാശയും ഭാവിയും നൽകുവാനുള്ള പദ്ധതികളാണ് ഞാൻ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത് എന്ന് പറയാൻ. I am thinking of plans for you that will give you hope and a future. ഇന്ന് അനേകർ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗം, ഏകാന്തത, കുടുംബ പ്രശ്നങ്ങൾ. എന്നാൽ ശ്രദ്ധിക്കൂ, ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന് പോലും അവർ ചോദിക്കുകയാണ്. ഈ വചന കഷ്ടതയിലായിരുന്ന വേറെ ജനങ്ങളോടാണ് ദൈവം പറഞ്ഞത്. അവസ്ഥ മോശമായിരുന്നെങ്കിലും ദൈവം പ്രത്യാശ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. ക്രിസ്തീയ പ്രത്യാശ വെറും ആഗ്രഹമല്ല, ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള ഉറച്ച വിശ്വാസമാണ്. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ നിന്ന് ജീവൻ വരുത്തുന്ന ദൈവത്തെ കാണിക്കുന്നു എന്നുള്ളതാണ്. Christian hope is not just a wish, it is a firm belief in God's faithfulness. The cross of Jesus shows God who brings life from death. ഇപ്പോൾ നിങ്ങൾ വേദനയിലായിരിക്കാം, എന്നാൽ അത് നിങ്ങളുടെ കഥയുടെ അവസാന അധ്യായമല്ല എന്ന് മനസ്സിലാക്കണം. ദൈവം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. God is still working today. അതുകൊണ്ട് പറയാനുള്ളത്, പ്രാർത്ഥന നിർത്തരുത് എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം നിർത്തരുത്, വിശ്വാസം ഉപേക്ഷിക്കരുത്. ദൈവം നിങ്ങളുടെ ഭാവിയെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. Don't stop praying. Don't give up on faith. God holds your future in His hands. അവസാനമായി പറയാനുള്ളത്, തല ഉയർത്തി വീണ്ടും ദൈവത്തിൽ വിശ്വസിക്കൂ എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാവി ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. അത് നന്നായിട്ട് ഉറച്ചു വിശ്വസിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.